Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if will ever figure out. Hi friends, എല്ലാവർക്കും ലിജിയസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചയാവാറായിട്ടോ. ഇപ്പോൾ സമയം 12:30 ആവണം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് കിച്ചൺ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ വേഗത്തിൽ പോയി വാങ്ങിച്ച് വേഗത്തിൽ വരാനാണ്. പിന്നെ ഇന്നിപ്പോൾ ഫുഡിന് ലഞ്ചിനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റൈസ് വെച്ചിട്ടുണ്ട്, പിന്നെ കറി ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ തൊട്ട് നൊയമ്പ് തുടങ്ങുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിയും. പക്ഷെ എന്നാലും ഞങ്ങളിത് നൊയമ്പിൻ്റെ തലേ ദിവസം തിങ്കളാഴ്ച തൊട്ട് നാളെ തിങ്കളാഴ്ച തൊട്ട് നൊയമ്പ് തുടങ്ങണം. അപ്പം ഇന്ന് ബട്ടർ ചിക്കനൊക്കെയാണ് വാങ്ങി കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ഈസ്റ്ററിന് കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നൊയമ്പ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ കറി വെക്കേണ്ടെന്ന് വിചാരിച്ചു, പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ ഞാനും ചേട്ടനും കൂടെ പോകണം കേട്ടോ. 5 കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വേഗം വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങണം. നട്ടുച്ചയ്ക്കാണ് പോകുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല, കാരണം ഇവിടെ വിൻ്റർ സീസൺ അങ്ങനെ തീർന്നിട്ടില്ല. ഇപ്പോഴും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഞാൻ പള്ളിയിലേക്ക് പോയി ഇപ്പോൾ ഫുൾ സ്വെറ്റർ ഇട്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഹാഫ് സ്വെറ്റർ ആക്കി. കാരണം അത്രയ്ക്കും തണുപ്പില്ല. ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ ഇറങ്ങണേ. അപ്പോൾ അഞ്ജുന് ബൈ. High, even if the sky is falling down, even if the sky is falling down, yeah. The sky is falling down. Even if the sky is falling down, even if the sky is falling down, yeah. The sky is falling down. ഇപ്പോൾ അതേ നല്ല നട്ടുച്ച സമയം. ഇവിടെയൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ വന്നു തുടങ്ങി. അടിപൊളി ഫ്രൂട്ട്സുകൾ എല്ലാം വെച്ചിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. അത് ഫ്രൂട്ട്സിൻ്റെ ഏരിയ. കിവി, സ്ട്രോബെറി, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. ഇതിന് ഞങ്ങൾ പറയുന്നത് കിനു എന്നാണ്. കീനു. അത് ശരിക്കുള്ള ഓറഞ്ച് അല്ല. അത് ശരിക്കുള്ള ഓറഞ്ച് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് ആദ്യം പോയി അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അവിടേക്ക് പോകാൻ ഒരു കുറച്ച് ദൂരമുണ്ട്, അധികം ഇല്ല. എങ്കിലും നമ്മുടെ ടൗൺ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടൗണിലെത്തുമ്പോൾ നിങ്ങൾക്ക് തിരക്ക് കാണാം കേട്ടോ ടൗണിൽ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേഷനറി ഷോപ്പിലൊന്ന് പോകണം. അവിടെ നിന്ന് പേന, പെൻസിൽ കാര്യങ്ങളൊക്കെ ഇത്തിരി അഞ്ജുനായിട്ട് വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാം. അപ്പോൾ അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൗൺ കൂടിയാണ് പോകുന്നത്. ഞങ്ങളുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. ഈ മാർക്കറ്റിന് നമ്മൾ പറയുന്നത് പക്കേ. ഇതിൻ്റെ പേരാണ് പക്കേ, ഗാന്ധിനഗർ ബസ്തി. അതെ, പക്ഷെ ഞങ്ങൾ എളുപ്പത്തിന് പറയുന്നത് പക്കേ പോകാം. നിറച്ച് ബലൂണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് എന്തെന്നാണാവോ വിശേഷം? ശിവരാത്രിയുടെ ആണോ? ആന്ന് തോന്നുന്നു. അവിടെയൊക്കെ പോസ്റ്റർ കാണാം ഓരോന്നും. ശിവരാത്രിയുടെ ആയതുകൊണ്ട് ടൗൺ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാ. ഇവിടെ വേറെ എന്തൊക്കെയോ ടെന്റ് പോലെയൊക്കെ കെട്ടാൻ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു പുതിയ കടയുടെ ഇനാഗുറേഷൻ ആയിരുന്നു. ആണോ? ഇവിടെ ഒരു പുതിയ കട ഇനാഗുറേഷൻ. നമുക്കിനി പച്ചക്കറിക്ക് നല്ല ചിലവായിരിക്കും, കാരണം നൊയമ്പ് തുടങ്ങാണല്ലോ. അപ്പോൾ ഇറച്ചി മീനൊക്കെ നൊയമ്പായതുകൊണ്ട് പച്ചക്കറി അധികം വേണ്ട സമയമാണ്. പിന്നെ എഗ്ഗിന് നൊയമ്പ് വെച്ചിട്ടില്ല കേട്ടോ, കാരണം എല്ലാം കൂടെ നൊയമ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല.
നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് വേഗത്തിൽ ഒരു കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എഗ്ഗിന് നോയമ്പില്ലെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. മുട്ട പൊരിക്കുകയെ അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കുറേ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതേ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടുതലും വെജിറ്റബിൾസൊക്കെ വരുന്ന സമയം. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കൂടുതലും ഉച്ച കഴിഞ്ഞ് കിട്ടുക. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കൊണ്ടാണ് ഇന്ന് രാവിലെ വരാമെന്ന് വെച്ചാൽ. രാവിലെ ആയാലും ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉച്ച കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ വരാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. രണ്ട് സൈഡിലും റോഡ് സൈഡിലും രണ്ട് സൈഡിലും നിരത്തി വെച്ചേക്കണതാണ്. നമ്മുടെ വണ്ടി വല്ലവിടെയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വാങ്ങേണ്ട ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ ഒരുവിധം പച്ചക്കറികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേണ്ടത് നമുക്കെടുത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ബീൻസ്, അമരപ്പയർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, വഴുതനങ്ങ, മട്ടർ, ചെറുനാരങ്ങ. വഴുതനങ്ങ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഇത് ഉണ്ടൻ വഴുതനങ്ങയും അവിടെ നീളത്തിലുള്ള വഴുതനങ്ങ, കായ, ചിരക്ക, പിന്നെ ക്യാപ്സിക്കം, മത്തങ്ങ, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. തക്കാളി, ഇത് നമ്മുടെ ഗ്രീൻ പീസ് ഇഷ്ടംമാതിരി, പിന്നെ റെഡ് ക്യാരറ്റ്, പിന്നെ ഇതാ കോളിഫ്ലവർ, പിന്നെ ഇത് പാലക്കിൻ്റെ ഇല, ഇത് നമ്മുടെ ഇടിയൻ ചക്ക. ഇടിയൻ ചക്കയ്ക്കൊക്കെ ഒടുക്കത്തെ വിലയായിരിക്കും. സ്പ്രിങ് ഓണിയൻ ഒക്കെ ഉണ്ട്. ഗ്രീൻ പീസ് വില കൂടി ഇപ്പോൾ 100 രൂപയ്ക്ക് 2.5 കിലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് 100 രൂപയ്ക്ക് 3 കിലോ ആയിരുന്നു. തക്കാളി 40 രൂപ കിലോ. കോളിഫ്ലവർ ഒന്നും കൊടുക്കാം. फूल गोभी कैसे? गोभी 40 एक दीजिए. മത്തങ്ങ 40 രൂപ കിലോ. പച്ചമാങ്ങ ചെറുത് 60 രൂപ കാ കിലോയ്ക്ക് 60 രൂപ. വെളുത്തുള്ളി 200 രൂപ കിലോ. വെളുത്തുള്ളിയുടെയൊക്കെ റേറ്റ് പോണ പൊക്കമുണ്ട്. 200 രൂപ കിലോ. പക്ഷെ നല്ല വെളുത്തുള്ളി കേട്ടോ, നല്ല വെളുത്തുള്ളി വലിയതാ. और प्याज कैसे? 100 में 4 കിലോ. സബോള 100 രൂപയ്ക്ക് 4 കിലോ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം. സബോളയൊക്കെ നമുക്കിങ്ങനെ വില കുറവിന് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒത്തിരി നാളെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മുടെ അച്ചാറുണ്ടാക്കുന്ന മുളക് കേട്ടോ. ഇതിനകത്ത് ഒരു ഫില്ലിങ്ങൊക്കെ വെച്ച് മസാലയൊക്കെ വെച്ച് നിറച്ച് അങ്ങനെ അച്ചാറുണ്ടാക്കും. ആ ഒരു അച്ചാറിൻ്റെ മുളകാണ് ഈ കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ ദേ ഇവിടെ നിന്ന് തന്നെ പച്ചക്കറികളും അതുപോലെ തന്നെ വെളുത്തുള്ളി, സബോള ഐറ്റംസ് എല്ലാം വാങ്ങി. ഇനി നമ്മൾ പോകണം ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ടത് ഈ വഴിക്ക് തന്നെയാണ്. പിന്നെ അവിടെ അങ്ങ് പോയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാം. Could reach everyone, there be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper. തണ്ണിമത്തനൊക്കെ അതേ വന്നു തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. സമ്മറിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഇവിടെ നിന്ന് ചെറിയൊരു ട്രാഫിക് ഉണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പാണ്. ഇതാ ഈ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികൾ കുറേ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെയാണ്. അവിടുത്തെ പാർക്കിംഗ് കാരണം കൊണ്ടൊക്കെയാവും ആ ഒരു ഏരിയ കുറച്ച് ട്രാഫിക്കിൽ പെട്ട്. വീണ്ടും ഇതേ അടുത്ത ട്രാഫിക്. ഇവിടെ വണ്ടി തിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് തോന്നുന്നു. അപ്പോൾ അതേ ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഓറഞ്ച് ഉണ്ട് ഇവിടെ ഇയാളുടെ അടുത്ത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടേക്ക് വന്നേക്കണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികളാണ് ഫ്രണ്ടിലൊക്കെ. കിനോ എന്ന് പറയുന്നത് അത് 150 രൂപ കിലോ. പിന്നെ ഇതാണ് നമ്മുടെ ഓറഞ്ച് 100 രൂപ കിലോ. രണ്ടും നല്ലതാട്ടോ. ഓറഞ്ചിൻ്റെ പോലത്തെ തന്നെയൊക്കെ ഒരു ടേസ്റ്റാണ് ആ കീനോനും. പക്ഷെ ചിലതിനൊക്കെ ചിലപ്പോൾ ഇത്തിരി പുളി കാണും. പഴം 60 രൂപ ഡസൻ. അപ്പം അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക്. നല്ല വെയിലായി തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ രാവിലെ വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളിതേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട്. 260 രൂപ മിൽക്ക് കേക്ക്. കാജു ഇതേ വെച്ചു എനിക്ക്. കാജു ഈ പാക്കറ്റ് എടുത്തേക്കണം. ശർക്കരയുടെ ക്യൂബ് അടിപൊളിയല്ലേ, സൂപ്പർ. ഇവിടുന്ന് നമ്മളിതേ പനീർ എടുക്കുന്നുണ്ട്. പനീർ ഒരു പാക്കറ്റ് പനീർ. ഇത് 2 മലബാർ പൊറോട്ട പാക്കറ്റ്. ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ, ഇല്ല എല്ലായ്പ്പോഴൊന്നും കിട്ടാറില്ല, ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല. സ്മൈലീസ് ഉള്ള അടിപൊളി ഐറ്റം കേട്ടത്. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും നല്ലതാ, അല്ലെ എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം, ടേസ്റ്റ് ചെയ്യാം. ഇത്തിരി സോസും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒരുവിധമൊക്കെ അവസാനിച്ചു. ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഇത്തിരി കറി വാങ്ങിച്ചിട്ട് പോകണം. ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ പാക്കറ്റും കൂടി ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നേരെ ലഞ്ച് കഴിക്കാം. എന്തെന്ന് ഓർഡർ കൊടുത്തേക്കണേ ചേട്ടാ? ബട്ടർ ചിക്കൻ. ചിക്കൻ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കടായി ചിക്കനാണ് ഓർഡർ കൊടുത്തേക്കണേ. അപ്പോൾ എൻ്റെ ജോലിയും കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കി പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒത്തിരി നേരം എടുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് എനിക്ക് ഒന്ന് ഫ്രീ ആവാം. കുറേ ജോലികളുണ്ട് വീട്ടിൽ, അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ കറിയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഹൗസ് വൈഫ്സിന് അത് ഭയങ്കര ഉപകാരമായിരിക്കും. അവർക്ക് അവരുടെ ടൈം ലാഭിക്കാം. എപ്പോഴും അല്ല കേട്ടോ, വല്ലപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. എപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ് നല്ലതല്ല തീർച്ചയായിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ജോലി ഭാരം കുറഞ്ഞു കിട്ടും. നമ്മളപ്പോൾ ഇവിടെയാണ് കറിക്ക് ഓർഡർ കൊടുത്തായിരുന്നത്. അപ്പോൾ ചേട്ടൻ കറി വാങ്ങിക്കാനായിട്ട് പോവാണ്. ചേട്ടൻ കറി വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം. ഓക്കെ, ഇത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പോയി കറി നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരേണ്ട ടൈം ആകുമ്പോഴേക്ക് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ നല്ല ചൂടനായിട്ട് നമുക്ക് കിട്ടും. ഇന്ന് കടായി ചിക്കനാണ് ഓർഡർ കൊടുത്തേക്കണത്. നമ്മുടെ ഈ വീഡിയോ എന്നത്തേക്കാണാവോ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോണേ. കാരണം എൻ്റെ അടുത്ത് വേറെ 3-4 വീഡിയോ പെൻഡിങ് കിടക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടായിരിക്കും ഇതിൻ്റെ ടേൺ വരാം. അപ്പോഴേക്ക് ലേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതേ ചേട്ടൻ കറിയൊക്കെ വാങ്ങിച്ച് വരുന്നുണ്ട്. കറി കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇനി നമുക്ക് വേറെ ഒരു പർച്ചേസ് കാര്യങ്ങളൊന്നുമില്ല. നേരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഒന്ന് ഉറങ്ങി എണീറ്റ് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കണം. വീണ്ടും നാളെ തൊട്ട് എന്നും നമുക്ക് സ്കൂളിലേക്ക് യാത്ര. ഇപ്പോൾ ഹോളിഡേ ഒന്നും ഇല്ല കേട്ടോ, ഗസറ്റഡ് ഹോളിഡേയ്സിന് മാത്രമേ നമുക്കങ്ങനെ ഹോളിഡേ കിട്ടും. അല്ലെ പിന്നെ വല്ല ഫെസ്റ്റിവൽ കാര്യങ്ങൾ അടുപ്പിച്ച് നമ്മുടെ ദസറ, ദീപാവലി, ക്രിസ്മസ് അങ്ങനത്തെയൊക്കെ സമയത്തൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈസ്റ്ററിൻ്റെ ടൈമിൽ. അല്ലാതെ ഒന്നും ഹോളിഡേയ്സ് ഒന്നുമില്ല. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സെക്കൻഡ് സാറ്റർഡേ പോലും നമുക്കിവിടെ ക്ലാസ് ഉണ്ട്. നമുക്ക് കേരളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഇല്ല. പിന്നെ സാറ്റർഡേയ്സുകളിൽ പല സ്കൂളുകളിലും ക്ലാസ് ഇല്ല, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് UP-യിൽ എല്ലാ ദിവസവും മൺഡേ തൊട്ട് സാറ്റർഡേ വരെ എന്നും ക്ലാസ് കേട്ടോ. അത് സെക്കൻഡ് സാറ്റർഡേ ആയാലും തേർഡ് സാറ്റർഡേ ആയാലും എന്നും ക്ലാസ് ഉണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് അവധി കിട്ടണമെങ്കിൽ ഗസറ്റഡ് ഹോളിഡേ ആയിരിക്കണം, അല്ലെങ്കിൽ എന്നും ക്ലാസ്സാണ്. പിന്നെ സൺഡേ ഒരു ദിവസം ഇങ്ങനെ ഒഴിവുണ്ട്, അന്ന് നമ്മുടെ ഈ ജോലികളൊക്കെ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. കുറച്ച് സാധനങ്ങൾ ഇവിടെ, ബാക്കി സാധനങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പച്ചക്കറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം ബിഗ് ഷോപ്പറിലും ഒക്കെ ആയിട്ട്. ഇതെല്ലാം നമുക്കിനി തിരിച്ച് എടുത്തു വയ്ക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്ന് അഞ്ജുനെ കാണിക്കട്ടെ. അഞ്ജുനെ കാണിച്ചില്ലായിരുന്നു. മലബാർ പൊറോട്ട കിട്ടി. അപ്പോൾ എഗ്ഗ് കറിയുടെ കൂടെയൊക്കെ ഇനിയിപ്പോൾ നോയമ്പ് ആയതുകൊണ്ട് ഇന്ന് പറ്റൂട്ടോ. ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം കടായി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ വൈകുന്നേരം പൊറോട്ട കഴിക്കാം. ഇപ്പം ഉണ്ടാക്കാൻ നേരമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കേണ്ടത് നമ്മുടെ ഈന്തപ്പഴം വാങ്ങിച്ചതാണ്, കിമിയ. ഇത് നല്ല അടിപൊളിയായിട്ട്. ബാക്കി അങ്ങനത്തെ ഐറ്റംസുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കേണ്ടത് വേഗം വെക്കാം. ബാക്കി നമ്മുടെ പനീർ
നമുക്ക് മാറ്റി വയ്ക്കണം. ബാക്കിയെല്ലാം പയ്യെ പയ്യെ ഓരോന്ന് വെക്കേണ്ട ബോക്സുകളിലൊക്കെ ആക്കി, പിന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കേണ്ടത്, അങ്ങനെ പേസ്റ്റാക്കി വെക്കേണ്ടത്, അങ്ങനെ 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 എല്ലാ ഐറ്റംസും ഇനി സെറ്റാക്കണം. ഇവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടിരിപ്പുണ്ട് കുക്കറിൽ. റൈസ് നമ്മുടെ UP റൈസ് ആട്ടോ. അപ്പോൾ ഇത് കുക്കായി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കറി ഒന്ന് തുറന്ന് നമ്മുടെ ബൗളിലേക്ക് ഒഴിക്കുക. ഇത് നമ്മളെപ്പോൾ കറി വാങ്ങിച്ചാലും ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് അവർ തരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മളെപ്പോൾ കറി വാങ്ങിച്ചാലും ഇങ്ങനെ സബോള അങ്ങനെ കട്ട് ചെയ്ത് ഈ രീതിയിൽ ചൊറുക്കയിലിട്ടിട്ട് ഇങ്ങനെ തരുന്നതാണ്. അതുണ്ട്. പിന്നെ അതേ നല്ല ചൂടൻ പൊതിയാണ്. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് പെട്ടെന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോഴേ ചിലപ്പോൾ പെട്ടെന്ന് കറി പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേഷ്യൻ്റിലി റബ്ബർ ബാൻഡ് മാറ്റിയതാണ്. നമുക്ക് കറി ഇതിനകത്തേക്ക് പകർത്താം. നല്ല ചൂട് കറിയാണ്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ അതേ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചോറും റെഡി. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ എന്നറിയാം. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ നിന്നാൽ ഒത്തിരി ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.